ഉണ്ടായിരുന്നു ബിന്ദു മാമിന്റെ. അതിനോടൊപ്പം തന്നെ ഏകദേശം ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. മാമിന്റെ ഒരു ടോക്കൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ ലയിച്ചിരുന്നു പോയി ഈ ഒരു പ്രോഗ്രാം. അതിനോടൊപ്പം തന്നെ അനിത മാഡത്തിന്റെ ഒരു വണ്ടർഫുൾ പ്രസന്റേഷൻ ആയിരുന്നു. ടീച്ചേഴ്സ് ഒക്കെ പ്ലാനും PPT ഒക്കെ എടുത്ത് പ്രസന്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ രീതിയിൽ ഒരു പ്രസന്റേഷൻ പക്കയായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ രണ്ടുപേർക്കും വലിയൊരു നന്ദി കമ്പനിയുടെ ഭാഗത്തു നിന്നും നമ്മുടെ ടീമിന്റെ ഭാഗത്തു നിന്നും പേഴ്സണലി എൻ്റെ ഒരു എന്താ പറയുക, ഒരു താങ്ക്സും കൂടി രണ്ടുപേരെയും അറിയിക്കുന്നു. അപ്പൊ ഇവിടെ ബിന്ദു മാം എന്നെ ഇൻവൈറ്റ് ചെയ്തു. പേര് ജസീറയാണ്, പാലക്കാടാണ്. ജനിച്ചതും വളർന്നതും താമസിക്കുന്നതും ഒക്കെ പാലക്കാടാണ്. ജില്ല വിട്ട് പുറത്തു പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3 കൊല്ലം മാത്രമാണ് റിയാദ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് താമസിക്കാൻ ഒരു യോഗം ഉണ്ടായി. അത് കഴിഞ്ഞ് പാലക്കാട് ജില്ല വിട്ട് ഏതൊരു സ്ഥലത്തും പോയിട്ടുണ്ടായിരുന്നില്ല കുറച്ചു കാലങ്ങൾക്ക് മുന്നേ വരെ. അത്രയും വീട്ടിൽ ഒതുങ്ങി കൂടിയിട്ടുള്ള ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. പഠിച്ചതും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പഠിത്തം കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന മേഖലയിലേക്ക് ജോയിൻ ചെയ്തു. കോവിഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും ഇടയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്ന ടൈമിലാണ് ഫിജി കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് അവസരം കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് ഒട്ടും പ്ലാൻഡ് അല്ലാത്ത, ഈ മേഖല തന്നെ കേട്ടിട്ടില്ല, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയോ മൾട്ടി ലെവൽ പറയുന്ന ഒരു മേഖലയൊന്നും പരിചയമില്ല, അതിൽ വർക്ക് ചെയ്ത ആളുകളെ പരിചയമില്ല, അങ്ങനെ ഒരു മേഖല തന്നെ ഉള്ളതിനെ കുറിച്ചിട്ട് അവെയർ അല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഫിജി കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതുപോലെയുള്ള ഒരുപാട് സംശയങ്ങൾ, ആദ്യമായിട്ട് ഈ ഒരു ബിസിനസ് പ്ലാൻ കേൾക്കുന്ന പല വ്യക്തികൾക്കും ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. ചിലപ്പോൾ മൈൻഡിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഇൻവോയ്സ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടാവും. ഇതൊക്കെ മുന്നേ ഉണ്ടായിരുന്നല്ലേ? ചിലപ്പോൾ ഇത് കേൾക്കുന്ന മറ്റാളുകൾ പറയുന്നുണ്ടാവും, ഞാനൊക്കെ ഏതോ കാലത്ത് ഈ പരിപാടി കേട്ടതാണ്, ഇതൊക്കെ മറ്റേ പരിപാടിയല്ലേ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പഴയ സാധനം പുതിയ കുപ്പിയിൽ കൊണ്ടുവന്നതല്ലേ എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവാം. അപ്പോൾ എല്ലാവർക്കും ആയിട്ടാണ് ഒരു 15 മിനിറ്റ്. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ഇതുപോലെ ഞാനും വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ഇതുപോലെ ഒരു ലിങ്ക് തന്നു, ഞാൻ കണ്ടു, എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടൈം കേൾക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല, കുറച്ച് എന്തൊക്കെയോ ഒരു ഐഡിയ കിട്ടും. ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആണെന്ന് അറിയാം. അതുപോലെ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ എന്തൊക്കെയോ പ്രൊഡക്റ്റ് ഉണ്ട്, സൈറ്റ് ഉണ്ട്, കമ്പനി ഉണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. എന്തൊക്കെയോ ചെയ്താൽ പൈസ കിട്ടും എന്നറിയാം. അതിൽ മാസം കിട്ടുന്ന പൈസയെ കുറിച്ചും ഇവിടെ പറഞ്ഞു, ഒരു കൊല്ലത്തിൽ കിട്ടുന്ന പൈസയെ കുറിച്ചും പറഞ്ഞു. ഇതിനെ നമുക്ക് ഒട്ടും, ഞാൻ ഈ ബിസിനസ് പ്ലാൻ കേട്ടപ്പോ എനിക്ക് ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നിയത് ഈ ഒരു പ്ലാന്, സോറി ഒരു കോൾ വന്നാണ്. എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് ബിസിനസ്സിൽ തോന്നിയത്, അല്ലെങ്കിൽ ഞാൻ ഈ പ്ലാൻ ആദ്യമായി കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു സാധനം എന്ന് പറയുന്നത്, ഇതിലെ 1,50,00,000 അതുപോലെ 50,000 എന്നൊക്കെ പറഞ്ഞ സമയത്ത്, ഇത് കേട്ട ആളുകൾ ഉണ്ടോന്ന് എനിക്കറിയില്ല. കേട്ട നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? 50,000 ആദ്യമൊക്കെ നമുക്ക് പിന്നെയും ചിലപ്പോൾ ഒരു 10,000 ഒക്കെ തരുമായിരിക്കാം. 50,000 പറഞ്ഞപ്പോ അതും നമുക്ക് ചിലപ്പോൾ ഒരു 50,000 വരെയൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോ തുടക്കത്തിൽ ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഞാൻ സാധാരണക്കാരാണേ പറയുന്നത്, സാധാരണക്കാരെന്ന് പറയുന്ന സമയത്ത് അതിലെല്ലാവരും പെടും. കൂലിപ്പണിക്കാരും പെടും, ജോലിക്ക് പോകുന്ന ആളുകളും ഒക്കെ പെടും. ഒരു ദിവസം ഒരു മാസം ഒരു 8,000, 10,000, 12,000 അല്ലെങ്കിൽ ഒരു 25,000, 40,000 രൂപ വരെ വാങ്ങുന്ന വ്യക്തികൾ, ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വരിക, ഇങ്ങനത്തെ എത്ര ഉഡായിപ്പ് കണ്ടിരിക്കുന്നു, ഓൺലൈൻ അല്ലേ എന്നുള്ളൊരു ചിന്തയായിരിക്കും ഫസ്റ്റ് വരിക. എനിക്കതായിരുന്നു വന്നത്. ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾക്ക് അത് വന്നു എന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ട് ഈ ബിസിനസിന്റെ പ്ലാൻ കേട്ടപ്പോൾ എൻ്റെ മൈൻഡിൽ ആദ്യം വന്ന സാധനം ഇതാണ്. ഞാൻ അപ്പൊ എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു, ഓൺലൈൻ അല്ലേ, എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് ഓൾറെഡി സമയമില്ല. കാരണം ഞാൻ കോളേജിൽ പഠിപ്പിക്കുകയാണ്, കോളേജ് മൊത്തം എൻ്റെ തലയിലാണ്. അപ്പൊ കോളേജിൽ പഠിപ്പിക്കുകയാണ്, ഞാനില്ലെങ്കിൽ കോളേജ് എന്ത് ചെയ്യും, ഇടിഞ്ഞു കുത്തി വീഴും. ഞാനില്ലെങ്കിൽ എൻ്റെ പിള്ളേർ പഠിക്കില്ല അല്ലെ? അങ്ങനെയൊക്കെ ഒരു ചിന്തയാണ്. കാരണം നമ്മൾ അവിടെ ഓൾ ഇൻ ഓൾ, നമ്മൾ ഒരു ദിവസം പോയില്ലെങ്കിൽ അല്ലെ, ഞായറാഴ്ച അടക്കം പോയ ദിവസങ്ങളുണ്ട്, ഒരു ദിവസം നമ്മളവിടെ പോയില്ലെങ്കിൽ
എന്തൊക്കെയോ പ്രശ്നം പറ്റും എന്നുള്ള ചിന്തയിൽ അല്ലെ. കാരണം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും നമ്മളെ ഉപദേശിച്ചിട്ടുള്ളതും അങ്ങനെയാണ്. പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, നന്നായി പഠിച്ചിട്ടില്ലെങ്കിൽ ആരാന്റെ വീട്ടിൽ പാത്രം കഴുകി ഇരിക്കേണ്ടി വരുന്നു. ഇപ്പോഴും എൻ്റെ വീട്ടിലെ പാത്രം ഞാനാ കഴുകുന്നത്. അങ്ങനെയാണ് എന്നെ പറഞ്ഞ് പഠിപ്പിച്ചത്. നന്നായി പഠിച്ചൊരു ജോലിക്ക് കയറിയില്ലെങ്കിൽ പാത്രം കഴുകി ഇരിക്കേണ്ടി വരും. ഞാൻ ആ ഡയലോഗ് ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും പാത്രം കഴുകുമ്പോൾ. എന്താ വെച്ച് കഴിഞ്ഞാല് ജോലിക്ക് പോകുന്ന സമയത്തും ഈ പാത്രം കഴുകൽ ഉണ്ടായിരുന്നു. കാരണം രാവിലെ നമ്മൾ ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി വീട്ടിലെ പണിയൊക്കെ ഒരുക്കി നമ്മൾ വേഗം ഓടും, കോളേജിലെത്തും. അവിടെ നിന്ന് തിരിച്ചിവിടെ വരുന്ന സമയത്ത് എന്നെയും കാത്ത് വീട്ടിലെ എല്ലാ സാധനങ്ങളും എന്നെ നോക്കി തുറച്ചു നോക്കിയിരിക്കുന്നുണ്ടാവും. എന്നെ ഒന്ന് അപ്പുറത്തേക്ക് എടുത്ത് വെക്കുവോ? കാരണം ഞാനല്ലാത്ത ഒരാളും ഈ വീട്ടിന്റെ അകത്ത്, നമ്മൾ സ്വന്തമായിട്ട് വീടുണ്ടാകുമ്പോൾ അങ്ങനെയാ, കിടക്കുന്ന തുണി അവിടെ തന്നെ കിടക്കും, എന്നെ ഒന്ന് എടുത്ത് അപ്പുറത്തിടൂന്ന് പറയും. വെച്ച പാത്രം അവിടെ തന്നെ ഇരിക്കും, എന്നെ ഒന്ന് കഴുകി വെക്കൂന്ന് പാത്രം പറയേണ്ടി വരും. ഇതൊന്നും ആരും ഒറ്റയ്ക്ക് ചെയ്യില്ല അല്ലെ. അപ്പോ ഇതെല്ലാം പോയി വന്ന ശേഷം അല്ലെ, അപ്പോ ഈ ഇടയ്ക്ക് അങ്ങനെ ജോലിയൊക്കെ കിട്ടിയ സമയത്ത് പൊതുവേ ഉള്ളൊരു കൺസെപ്റ്റ് ആണ്, എന്താ സുഖം വർക്കിംഗ് ലേഡീസിന്, എന്താ സുഖം, രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, കയ്യിൽ പൈസയും ഇഷ്ടം പോലെ. എൻ്റെ അമ്മയടക്കം പറഞ്ഞൊരു സാധനമാണ്, നിനക്ക് എന്താ അറിയാ അല്ലെ, നിനക്ക് എന്താ അറിയാ, നിനക്ക് എന്തൊരു സുഖാണ്, എന്താ നിനക്ക് വല്ലതും അറിയേണ്ട ആവശ്യമുണ്ടോ അല്ലെ. നല്ല രസാ. എനിക്ക് തോന്നുന്നു ആണുങ്ങളൊക്കെ ഏകദേശം ഇതേപോലെ തന്നെ ആയിരിക്കും. നല്ല രസാ. നമുക്ക് എന്തെങ്കിലും അറിയണോ? ഒന്നും അറിയണ്ട. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും പണി മുഴുവൻ ചെയ്യണം, വന്നിട്ടും പണി ചെയ്യണം. അവിടെ പോയിട്ട് പിന്നെ നമ്മൾ സുഖമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പമില്ല. അവിടെ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയാൽ പിന്നെ നമുക്ക് അവിടെ ഒരു ആടുന്ന ചെയർ ഇട്ട് തരും. ആ ചെയറിൽ നമ്മൾ ഇരുത്തും. എന്നിട്ട് നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിലിരുന്ന് ആടിക്കോളൂ, വീട്ടിലേക്ക് പൈസ അക്കൗണ്ടിൽ അയച്ചു തരാന്ന് പറയും. അങ്ങനെയാണ് എല്ലാ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സുഖമായിരുന്നു. നമുക്ക് അല്ലെ, ജോലിയിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല, പറയില്ല. ഇവിടുന്ന് പല ആളുകളും വിദേശത്ത് പോവും. വിദേശത്ത് പോയിട്ട് അവിടെ ഡ്രൈവറിന്റെ വർക്കായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക. നാട്ടിലും അതേ വണ്ടി റോഡൊക്കെ ഉണ്ട്, പക്ഷെ അത് ചെയ്യൂല. ഇവിടെ സ്റ്റാറ്റസ് ഇഷ്യൂ ആണ് അല്ലെ. ഈ സാധനം ഗൾഫിൽ പോകുന്ന സമയത്ത് എവിടെയാ, ഗൾഫിലാ, ജോലി പറയണ്ട, പൈസ മാത്രം എന്ത് ചെയ്താൽ മതി, അയച്ചു കൊടുത്താൽ മതി. ഇവിടെ പലചരക്ക് കട ഇടാം, അതിനുള്ള സാഹചര്യം ഉണ്ട്. പക്ഷെ ഇവിടെ പലചരക്ക് കടയില്ല. ഗൾഫിൽ പോയിട്ട് അവിടെ ബക്കാല എന്ന് പറയും, അറബി രാജ്യങ്ങളിൽ പോയിട്ട് ബക്കാലയിൽ പോയിട്ട് അവിടെ ഷോപ്പ് ഇട്ടിട്ട് ഇരിക്കും. എന്താണ് ജോലി? ഗൾഫിലാണ് അല്ലെ. ഇതേ സാധനം ഇവിടെ അവസരമുണ്ട്, നമ്മുടെ നാട്ടിലും അവസരമുണ്ട്. നാട്ടിൽ എന്ത് ചെയ്യില്ല, ശരിയില്ല. കാരണം എന്താ, നമ്മുടെ ചുറ്റുമുള്ള ആളുകള് നമ്മളെ കളിയാക്കും. ചുറ്റുമുള്ള ആളുകൾ നമ്മളെ കുറച്ചില് പറയും അല്ലെ, കുറച്ച് പറയും. നമ്മുടെ സ്റ്റാറ്റസ് ഇഷ്യൂ അല്ലെ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുള്ളതുകൊണ്ട് കണ്ണു കാണാത്ത നാട്ടിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്തും ചെയ്യാം. അതുകൊണ്ടാണ് പല ആളുകൾ ഇവിടുന്ന് വിദേശ രാജ്യത്തേക്ക് എസ്കേപ്പ് ആവുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതേ ജോലികളൊക്കെ ഒരു വിദേശ രാജ്യത്തുള്ള എല്ലാ ജോലികളും നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ. വിദേശത്തുള്ള എല്ലാ ജോലികളും നമ്മുടെ നാട്ടിലുണ്ട്, എല്ലാ ജോലികളും ചെയ്യാനുള്ള അവസരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുള്ള ആളുകൾ കളിയാക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഫിജി കാർഡ് ചെയ്യുന്ന ആളുകളെ മാത്രമല്ല നാട്ടുകാർ ഉപദേശിക്കുകയും കളിയാക്കുകയും ചെയ്യുക. ഏത് മേഖലയിൽ നിങ്ങൾ പോയാലും ഉപദേശിക്കുകയും കളിയാക്കുകയും ചെയ്യും. അത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാം. ഞാൻ ആദ്യം കോളേജിന് മുന്നേ ഞാൻ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എന്താണ്, കുറച്ചും കൂടി നന്നായി പഠിച്ച് വലിയ ഇതിലേക്ക് എത്തണം. വലിയ ഇതിലേക്ക് എത്തിയപ്പോൾ പറഞ്ഞു, നീ ആദ്യം LKG മുതലുള്ള പിള്ളേരെ പഠിപ്പിച്ചിട്ട് വേണം എവിടെ എത്താൻ, ഡിഗ്രി ലെവലുള്ള പിള്ളേരെ പഠിപ്പിക്കാൻ. നിന്റെ ഹൈറ്റും നിന്റെ വെയിറ്റും വെച്ച് നോക്കുമ്പോൾ നീ ഒരു കോളേജിൽ അസിസ്റ്റന്റ് ആവാനുള്ള യോഗ്യതയില്ല. വാഹനം വാങ്ങിയ സമയത്തും അങ്ങനെ തന്നെ പറഞ്ഞത്, ചെറിയ ആൾക്ക് വലിയ വാഹനോ എന്നൊക്കെ. അപ്പൊ അഭിപ്രായങ്ങൾ പലത് വരും അല്ലെ. തീരുമാനങ്ങൾ എടുക്കുന്നത് ശരിക്കും നമ്മുടെ യുക്തിക്ക് അനുസരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ് അവസരം തന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഓൺലൈൻ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ റിജക്ട് ചെയ്തു. രണ്ടാമത്തെ പ്രാവശ്യം സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ട് വന്ന സമയത്ത് എന്തെങ്കിലും ചെയ്ത് 10 കാശ് ഉണ്ടാക്കണം എന്നുള്ള ലെവൽ വന്നപ്പോൾ വീണ്ടും ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ് അവസരം കയ്യിൽ വന്നു. അപ്പോഴാണ് കൃത്യമായിട്ട് ഈ ബിസിനസ് അവസരത്തെ കുറിച്ച് ശ്രദ്ധിച്ചത്. അന്ന് ഞാൻ ശ്രദ്ധിച്ച 2-3 കാര്യങ്ങളാണ് എന്നെ ഒരു തീരുമാനത്തിൽ എത്താൻ ഹെൽപ്പ് ചെയ്തത്. അന്ന് ഞാൻ എടുത്ത തീരുമാനമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ കമ്പനിയുടെ സോണൽ സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ ഒരു ലക്ഷപ്രഭു ഒക്കെ ആയിട്ട് എന്നെ ഇരുത്താൻ സാധിച്ചത്. ഒരു 4 കൊല്ലം മുന്നേ ഞാൻ എന്തായിരുന്നു പറഞ്ഞാൽ ഒരു വട്ടപ്പൂജയായിരുന്നു.
കിട്ടുന്ന പൈസ തികയാത്ത ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് എൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ വീട്, എൻ്റെ വാഹനം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പേരിൽ പറയാൻ പറ്റിയ എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി തന്നൊരു പ്ലാറ്റ്ഫോമാണ് ഫിജിക്ക.com. അപ്പൊ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞതിന് ശേഷം നിങ്ങൾ തീരുമാനം എടുക്കുക. നമുക്കൊരു പല്ലുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും, അല്ലെ? ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമ്മളത് ഗൈനക്കോളജിന്റെ അടുത്താണോ പോവുക, ഡെന്റിസ്റ്റിന്റെ അടുത്താണോ പോവുക? രണ്ടും ഡോക്ടർ അല്ലേ? പല്ലുവേദന വന്നാൽ നമ്മൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകും, അല്ലേ? അല്ലാതെ ഗൈനക്കോളജിന്റെ അടുത്ത് പോവില്ലല്ലോ, പോവില്ല. അപ്പോൾ എല്ലാ മേഖലയ്ക്കും അതിന്റെ ആധികാരികമായി സംസാരിക്കാനും അതിനെക്കുറിച്ച് അറിയുന്ന വ്യക്തികളോട് അഭിപ്രായം ചോദിച്ചാലാണ് നമുക്ക് അതിനൊരു വ്യക്തതയും ഒരു തീരുമാനം എടുക്കാനും സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഈ ഒരു മേഖലയെക്കുറിച്ച് ആരോട് ചോദിക്കണം എന്ന് ചോദിച്ചാൽ, ഈ വിജയിച്ച ആളുകളോട് ചോദിക്കണം എന്നേ പറയുള്ളൂ. വിജയിച്ച ആളുകളോട് ചോദിക്കണം. കാരണം തോറ്റ ആളുകളോട് ചോദിച്ചാൽ അവർക്ക് എങ്ങനെ തോൽപ്പിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. ഡിവോഴ്സ് ചെയ്ത ഒരാളെ കുറിച്ച്, കല്യാണത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട ചങ്ങായി, ചെയ്യേണ്ട, ഞാനേ പെട്ടു എന്നേ പറയുള്ളൂ. പക്ഷെ ഏറ്റവും സന്തോഷകരമായ ജീവിതം നയിക്കുന്ന ഒരു ഫാമിലിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളി സംവിധാനമാണെന്ന് എന്ത് ചെയ്യുള്ളൂ, പറയുള്ളൂ. അപ്പോ വിജയിച്ച ആളുകളോട്, ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ലിങ്ക് അയച്ചു തന്ന വ്യക്തി വിജയിച്ച ആളാ, അല്ലെങ്കിൽ വിജയിക്കാൻ ഉറച്ച തീരുമാനം എടുത്തൊരു വ്യക്തിയായിരിക്കും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, അല്ലെ? അപ്പൊ ഞാൻ ഈ ബിസിനസ്സിലും അങ്ങനെ തന്നെയാ വന്നത്. ഞാൻ കണ്ട ഒരു സാധനം ഇത്രയേ ഉള്ളൂ, ബോച്ചെ. ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു ബിസിനസ്, ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് എന്തുകൊണ്ടാണ് ഇതുപോലൊരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്ത് എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ആദ്യത്തെ സംശയം. 100 കോടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് എന്തിന് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തു? എന്തുകൊണ്ടാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇവർ സ്റ്റാർട്ട് ചെയ്യാതിരുന്നത്? എന്തിനാണ് കേരളത്തിൽ ആദ്യം കൊണ്ടുവന്നത്? അതിനുത്തരം 100% ലിറ്ററസി ഉള്ള, വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള മനുഷ്യന്മാര് കേരളത്തിന്റെ അകത്താണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കമ്പനിയിലെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയാണ്. ഡയറക്ട് സെല്ലിംഗ് മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം ആദ്യമായിട്ട് ഇന്ത്യയിൽ എവിടെ കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം എന്ന സംസ്ഥാനമാണ്. നമ്മളാണ് എപ്പോഴും പുതിയത് എപ്പോഴും പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ ഈ ഒരു മേഖലയ്ക്ക് അംഗീകാരം, ലീഗാലിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒരേ ഒരു സംസ്ഥാനം അന്ന് കേരളമാണ് 2018. അതിനുശേഷമാണ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഈ ബിസിനസ് ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ വരാനുണ്ടായിരുന്ന കാര്യം ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പാ. കാരണം ഞാൻ എൻ്റെ വയസ്സെടുത്ത് നോക്കിയാൽ എൻ്റെ വയസ്സിന്റെ അത്ര എക്സ്പീരിയൻസ് ഉണ്ട് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിൽ. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കാണുന്നുണ്ട് എൻ്റെ മാതാശ്രീ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിൽ സ്കീമിൽ ചേർന്ന് ഗോൾഡ് വാങ്ങിക്കുന്നത്. മാസം തോറും ഒരു 1000-2000 രൂപ പർച്ചേസ് ചെയ്തുകൊണ്ട് ഗോൾഡ് മില്ലികളായിട്ട് വാങ്ങി ചേർത്ത് അതിന്റെ ഗോൾഡും ഡയമണ്ടും ഒക്കെ വാങ്ങി ഞങ്ങൾക്കൊക്കെ തരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ആണ് അത്. ഏകദേശം കുറെ കൊല്ലങ്ങളായിട്ട് ഗോൾഡിന്റെ ബിസിനസ് നടത്തുന്ന ആളുകളാണ്. മറ്റനവധി ബിസിനസ്സുകളുണ്ട്. ഏകദേശം ബോബി സാർ എന്ന് പറയുന്ന 17 ബിസിനസ്സുകളുണ്ട്. അതിൽ ഏറ്റവും പുതിയ സംരംഭമാണ് ഫിജിക്കാട്ട്. അത് നോക്കിയ സമയത്ത് കഴിഞ്ഞ 8 കൊല്ലമായിട്ട്, ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ 4 കൊല്ലമായി, ഒരു 4-5 കൊല്ലമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു ബിസിനസ് റൺ ചെയ്യുന്നു. ഒരുപാട് ആളുകളിലേക്ക് വരുമാനം, അതും ചെറിയ വരുമാനങ്ങളൊന്നല്ല, ലക്ഷങ്ങളും കോടികളും ഒക്കെ ഈ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കിയ വ്യക്തികളുണ്ട്. ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചപ്പോൾ പല ആളുകളും ചെറിയ ജീവിത സാഹചര്യത്തിൽ നിന്ന്, അതായത് സാധാരണക്കാരായിട്ടുള്ള ഉണ്ടുവന്തിക്കാരായിട്ടുള്ള ആളുകളും, അതുപോലെ തന്നെ കൂലിപ്പണിക്ക് പോയ ആളുകളും, പാത്രം കഴുകാൻ പോയ ആളുകളും, വീട്ടുജോലി പോയ ആളുകളും, അവരുടെ ഒരു കാറ്റഗറി ഉണ്ട്. ഹൈലി വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളുടെ ഒരു കാറ്റഗറി ഉള്ള ആളുകൾ വലിയ ലക്ഷങ്ങളും കോടികളും വാങ്ങിയിരിക്കുന്നു. ഗവൺമെന്റ് ജോലിയിലുള്ള ആളുകളൊക്കെ വാങ്ങിയിരിക്കുന്നു. പലരും ജോലി റിസൈൻ ചെയ്തിട്ട് ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചത്, ഈ ഗവൺമെന്റ് ജോലി കിട്ടിയ ആളുകളൊക്കെ പൊട്ടന്മാരാണോ? ആ ജോബൊക്കെ ലീവ് എഴുതി കൊടുത്തിട്ടും റിസൈൻ ചെയ്തിട്ടും ഫിജിക്കാട്ട് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് വന്നത്. അപ്പൊ അതിലെന്തോ ഒരു കാര്യമുണ്ട്. ആ കാര്യത്തിൽ ആഴ്ന്നിറങ്ങിയപ്പോഴാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു ലോകത്തിൽ നമുക്ക് എത്രത്തോളം വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളത് മനസ്സിലായത്. ഏകദേശം ഫിജിക്കാട്ട് മാത്രമല്ല, ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് എടുത്താൽ തന്നെ നമ്മൾ ഇപ്പോഴാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നെങ്കിൽ ഇവരൊരു കസ്റ്റമർ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് മിനിമം ഒരു 30 കൊല്ലത്തിൽ കൂടുതലായി. ഞാൻ നേരത്തെ പറഞ്ഞ സ്കീമിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം, അതൊരു നെറ്റ്വർക്കിംഗ് ആ. അതായത് ഒരു 30 കൊല്ലത്തിൽ കൂടുതൽ പരിചയ സമ്പന്നമുള്ള, മാർക്കറ്റിനെ അറിയുന്ന ഒരു ഇന്റർനാഷണൽ ഗ്രൂപ്പ് കേരളത്തിന്റെ അകത്തു മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും, ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലടക്കം ബിസിനസ് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ഗ്രൂപ്പ്. സോറി, ഒരു കോള് വരുന്നതാണ്.
ഒരു ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഇത്രയും ഒരു പ്രൊജക്ട്, ഒരു 100 കോടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടൊക്കെ ഒരു പ്രൊജക്ട് ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു കാര്യമുണ്ട്. ഈ കാര്യത്തിൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതായിരുന്നു എന്റെ ചിന്ത. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു ഇ-കൊമേഴ്സ് പ്രൊജക്ട്, ഞാൻ ഒരു കൊമേഴ്സ് അധ്യാപികയാണ്. എന്റെ പിള്ളേർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഇ-കൊമേഴ്സിന്റെ ഒരു സാധ്യതയെ കുറിച്ച്. അതുകൊണ്ട് ഈ സാധ്യത കൃത്യമായിട്ട് അറിയാം. ഞാൻ ആദ്യം സാധനങ്ങൾ വാങ്ങിയിരുന്ന ആമസോണിൽ നിന്നാണ്. പുസ്തകമാണ് അന്ന് വാങ്ങിയത്. അന്ന് ബാംഗ്ലൂർ മാത്രമേ ഇവർക്ക് സൈറ്റ് ഉള്ളൂ. പിന്നെ നോക്കുമ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ബാഗും വാച്ചും മൊബൈലും മാത്രമേ ഞാൻ അതിന് വാങ്ങുള്ളൂ, കാരണം അളവിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. പിന്നെ ഞാൻ ഉപയോഗിച്ചൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ് പേടിഎം. അതിപ്പോ ഗൂഗിൾ പേയും ഫോൺ പേ ആയിട്ട് നമ്മളിപ്പോൾ 1 രൂപ അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ ചെയ്ത് കളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് സൂം, ഗൂഗിൾ മീറ്റ്, കോവിഡ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മൾ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് സൊമാറ്റോ. കുത്തിയാൽ ഇവിടെ വീട്ടിലേക്ക് എന്ത് വരും? ഫുഡ് വരും, അല്ലെ? ഈ പറയുന്ന അപ്ലിക്കേഷൻസ് ഒക്കെ വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് നമ്മളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തു. ഇവറ്റകൾക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എങ്ങനെ കളയാം, നമ്മുടെ സമയം എങ്ങനെ കളയാം എന്നുള്ളത് മാത്രമാണ് ഇവർക്കറിയുള്ളൂ. പൈസ ഉള്ള ആളുകൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് സൊമാറ്റോയും ഫ്ലിപ്കാർട്ടും ആമസോൺ ഒക്കെ. കാരണം സാധനം വാങ്ങണമെങ്കിൽ പൈസ കൊടുക്കണം. എന്നാൽ ഇതിൽ ഒരെണ്ണത്തിൽ പോലും നമുക്ക് എങ്ങനെ ഇങ്ങോട്ട് വരുമാനം ഉണ്ടാക്കാം എന്നുള്ള കാര്യം പറയുന്നില്ല. പക്ഷെ ഇപ്പൊ ആമസോൺ ഒക്കെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെ? പക്ഷെ നാട്ടുകാർക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്ന് ആലോചിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ്സാണ് ഫിജിക്ക.com ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് 100% പറയാം. കാരണം ഈ ബിസിനസിന്റെ അകത്ത് നമ്മൾ ആകെ 3 കാര്യമേ ചെയ്യേണ്ടുള്ളൂ. ഇവിടെ പലരും വിചാരിക്കുന്ന എന്താ, പ്രൊഡക്റ്റ് കച്ചവടം ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ഫിജിക്ക.com. അല്ല, പ്രൊഡക്റ്റ് കച്ചവടം ചെയ്യുന്ന ഒരു ബിസിനസ് അല്ല ഫിജിക്ക.com. ഫിജിക്ക.com ഈ പ്ലാറ്റ്ഫോം വിൽപ്പന നടത്തുന്നതാ. ഫിജിക്ക.com എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു സൈറ്റ് അല്ലെങ്കിൽ കമ്പനി മറ്റുള്ള ആളുകൾക്ക് റെഫറൽ മാർക്കറ്റിംഗ് ചെയ്യാൻ ഈ പ്ലാറ്റ്ഫോം തുറന്നു കൊടുത്തിരിക്കുന്നു നാട്ടുകാർക്ക്. അതിലേക്ക് ഒരു വരുമാനം അവർക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിലേക്ക് വരാൻ നമ്മൾ എന്ത് ചെയ്യണം? ആകെ 2 കാര്യമേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. ഈ പ്രൊജക്റ്റിനെ കുറിച്ച് കൃത്യമായ സംശയങ്ങൾ ക്ലിയർ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഏതൊരു പ്രൊജക്ട്, ഇപ്പൊ ആമസോണിൽ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടണം എന്നുണ്ടെങ്കിൽ ആമസോണിൽ നിങ്ങൾ ഫണ്ട് ഇറക്കണം, അല്ലെ? പക്ഷെ ഇവിടെ നമുക്ക് ഫണ്ട് ഇറക്കണ്ട. നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗപ്പെടുന്ന സാധനങ്ങൾ പലപ്പോഴായിട്ട് നമ്മൾ പല കടയിൽ നിന്ന് ബ്രഷ്, പേസ്റ്റ്, ഈ പറയുന്ന പോലെ ബെഡ്ഷീറ്റ്, ഡ്രസ് മെറ്റീരിയൽസ്, കോസ്മെറ്റിക്സ്, അല്ലെങ്കിൽ ക്ലീനിങ് ഐറ്റംസ്, അല്ലെങ്കിൽ ഗ്രോസറി ഐറ്റംസ് പല കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് ഒരൊറ്റ തവണ വാങ്ങിക്കുക, അത് ഉപയോഗിക്കുക, ആ സാധനം മറ്റൊരാൾക്ക് റെഫർ ചെയ്യുക. അത്രേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് ചെയ്യുന്നതിനാണ് ഇത്രയും വലിയ വരുമാനം നമുക്ക് തരുന്നത്, അല്ലെ? പക്ഷെ ഇത് എല്ലാവരും ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഒരു പേ ഔട്ട് കൊടുക്കാൻ കമ്പനി കൃത്യമായിട്ടൊരു സിസ്റ്റം ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് നേരത്തെ ഇവിടെ മാഡം 2 ഭാഗം 2 ചാനലിലൂടെ മാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം 2000 മുതൽ 30,000 എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കിട്ടിയ ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ 2 കാലിലെയും കയ്യിലും ഒന്നും വിരലുകൾ പോരാ ഈ 5 കോടിയൊക്കെ വാങ്ങിയ ആളുകളെ എണ്ണിയെടുക്കാൻ. അതിൽ കൂടുതൽ ആളുകൾ ഇന്ന് ഈ ബിസിനസ്സിൽ നിന്ന് വലിയ വരുമാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സാധാരണക്കാരിയായ ഞാൻ ഒരു 10,000 12,000 രൂപയ്ക്ക് ഒരു ടീച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായ എനിക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും വിദ്യാഭ്യാസം മാത്രമുള്ള ആളുകൾക്ക് ചെയ്യുന്ന ബിസിനസ്സാണ്. അല്ല, എൻ്റെ ടീമിന്റെ അകത്ത് 1ാം ക്ലാസ്സുകാരിയുണ്ട്, 10ാം ക്ലാസ്സുകാരിയുണ്ട്, 8ാം ക്ലാസ്സുകാരിയുണ്ട്, എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകളുണ്ട്, അറബി സംസാരിക്കുന്നവരുണ്ട്, ഹിന്ദി സംസാരിക്കുന്നവരുണ്ട്, മലയാളികളുണ്ട്, കുർഗിലുള്ള ആളുകളുണ്ട്, ജമ്മു ആൻഡ് കാശ്മീരിലുള്ള ആളുകളുണ്ട്. അതായത് ഓൾ ഓവർ ഇന്ത്യയിൽ എവിടെയും ചെയ്യാം, ആർക്കും ചെയ്യാം. ബിസിനസ്സിന് ഭാഷയൊന്നുമില്ല, എല്ലാത്തിനും ഒരേ ഭാഷയുള്ളൂ, അല്ലെ? ഇവിടെ കിട്ടുന്ന 500 രൂപ കേരളത്തിന്റെ അകത്ത് വാങ്ങിയ 500 രൂപ ജമ്മു കാശ്മീരിൽ എത്തിയാലും 500 തന്നെയാണ്. എല്ലാവരുടെയും ഇന്ത്യക്കകത്ത് കറൻസിക്ക് ഒരേ വിലയാണ്, അല്ലെ? അതേപോലെ തന്നെ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന അവസരം, ഈ ബിസിനസ് അവസരം എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്, അല്ലെ? നമ്മളോട് ഇന്ന് ചോദിക്കുകയാണ് ഒരു സോഷ്യൽ മീഡിയയിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന്. ഒരു 5 കൊല്ലം മുന്നേ ചോദിച്ചാൽ നമ്മൾ പുച്ഛിക്കും. പക്ഷെ ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഓടുക പിള്ളേരടക്കം, അല്ലെ? പാട്ട് പാടിയിട്ടും ഡാൻസ് കളിച്ചിട്ടും ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് റീച്ച് കയറി വരുമാനം കിട്ടാൻ വേണ്ടി ഓടുകയാണ് മൊബൈൽ ക്യാമറയും കൊണ്ട്, അല്ലെ? അപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനം അത്രയും റീച്ച് കിട്ടുന്ന സാധനം. എന്തുകൊണ്ടാ? ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഒരു സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുക, ഏറ്റവും കൂടുതൽ ആളുകളുള്ള എവിടെയാ? അത് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്, അതാണ് ഇന്ത്യ. ഭാഗ്യം നമ്മളെല്ലാവരും കേരളത്തിലായതുകൊണ്ട്. കാരണം നമ്മൾ ഇതിന്റെ അകത്താ, അല്ലെ?
ഈ അവസരം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബോബി ചെമ്മണൂരും ആലോചിച്ചത് തന്നെയായിരിക്കും. 145 കോടി ജനങ്ങളുള്ള ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയാണ് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം എന്താ പറയുക, ഞാൻ 4 കൊല്ലം മുന്നേ വന്നു. ഇന്ന് കേൾക്കുന്ന ആളുകൾ ഞാൻ പറയും ഡിലേ ചെയ്യരുതെന്നേ ഉള്ളൂ. ഒരു ദിവസം മുന്നേ എങ്കിലും ഒരു ദിവസം മുന്നേ ഈ ബിസിനസ്സിലേക്ക് വരണം. കാരണം എന്താ അറിയോ, നമ്മൾ വന്നതിന് ശേഷമാണ് ഇനി 145 കോടിയിലെ പല ആളുകളും വരാനിരിക്കുന്നത്. ഒരു 10-14 ലക്ഷം ആളുകൾ മാത്രമേ നിലവിൽ ഫിജിക്കാട്ടിൽ വന്നിട്ടുള്ളൂ. അതായത് 1% ആളുകൾ പോലും ആയിട്ടില്ല എന്ന് ചുരുക്കം. അതായത് ലോകത്തിന്റെ അല്ല പറയുന്നത്, ഇന്ത്യയിലെ 1% പോലും ആയിട്ടില്ല. ഇനി കേരളത്തിലെ തന്നെ എടുത്തു നോക്കിയാൽ പോലും 1% ആളുകൾ പോലും ആയിട്ടില്ല. 3.5 കോടിയിൽ കൂടുതൽ ആളുകൾ ഈ ഒരു എന്താണ് കേരളത്തിന്റെ അകത്ത് മാത്രമുണ്ട്. അത്രയും ആളുകൾ എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? അപ്പൊ നമ്മുടെ ഒരു സ്കോപ്പ് ആലോചിച്ച് നോക്കെ, നാളുകളിൽ ഈ പറയുന്ന വ്യക്തികളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൂടെയാണെങ്കിൽ, ഇവരിൽ ആര് നാളുകളിൽ എന്ത് പർച്ചേസ് ചെയ്താലും, ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ എന്തെങ്കിലും ഒരു പർച്ചേസ് ചെയ്യാൻ നമ്മളോട് ആരെങ്കിലും അനുവാദം ചോദിക്കുന്നുണ്ടോ? നമ്മൾ എത്ര ആളുകൾക്ക് ഈ അപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി കൊടുത്തു? ആരെങ്കിലും നമ്മളോട് ചോദിക്കണ്ടോ? എന്റെ ബാഗ് കണ്ട്, എന്റെ വാച്ച് കണ്ട്, എന്റെ മൊബൈൽ കണ്ട് എത്രയോ ആളുകൾ ഇത് എവിടെ നിന്ന് വാങ്ങി എന്ന് ചോദിച്ച് ഈ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അത് വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യുന്നുണ്ട്. എത്രയോ ആളുകൾ ജ്വല്ലറിയിൽ പോയി പർച്ചേസ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഗോൾഡ് നമ്മൾ പറഞ്ഞ വാക്കിന്റെ പുറത്ത് നമ്മളോട് പറഞ്ഞിട്ടാണോ വീണ്ടും വീണ്ടും ഇവർ പർച്ചേസ് ചെയ്യുന്നത്? അല്ല, അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ വാങ്ങിക്കുന്നു. അപ്പൊ ഇത്രയും ആളുകൾ നാളുകളിൽ നമ്മുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ അവർ ആരെന്ത് ആവശ്യത്തിന് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് എവിടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം. ഇന്ന് ഫ്ലിപ്കാർട്ട്, ആമസോൺ പറയുന്ന കമ്പനികൾ അവരുടെ മാനേജ്മെന്റ് ഉണ്ടാക്കുന്ന വരുമാനം നാളുകളിൽ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഫിജിക്കാർട്ട്.com, അല്ലെ? ഈ ഇത്രയും വലിയ സാധനം ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ഈ കണ്ണുപൊട്ടന്മാര് ആനയെ കാണാൻ പോയൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? ആനയുടെ വാല് പിടിച്ച ആള്, അതാണ് ആന എന്ന് പറയും. കൊമ്പ് കണ്ണ് തുറന്ന് കണ്ട ആളുകളോട് ചോദിച്ച പോലെ ഉള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് ചിലപ്പോ കണ്ണില്ലാത്തൊരു മനുഷ്യനോട് ചോദിച്ചാൽ കിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഒരു അവസരത്തിൽ വിജയിച്ച ആളുകളോട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ വിജയിച്ച ആളുകൾ നിങ്ങളെ വിജയിപ്പിക്കുന്നുള്ളതാണ്. ഞാൻ ഈ ബിസിനസ്സിൽ വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരിയോട് ചോദിച്ച് മനസ്സിലാക്കി ഞാൻ വന്നു. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ വേറെ ഏത് മേഖലയിലും കിട്ടാത്തൊരു പ്രത്യേകത ഉണ്ട്. എന്താണ് ആ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേറെ ഏത് മേഖലയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് പണിയെടുക്കണം എന്നുള്ളതാണ്. നമ്മുടെ പണി വേറെ ആരും എടുത്തു തരില്ല. പക്ഷെ ഈ ഒരു ഭാഗത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ ഇല്ലെങ്കിലും എൻ്റെ കൂടെയുള്ള ആളുകളും എൻ്റെ മേലെയുള്ള ആളുകളും എന്നെ സഹായിച്ചോളൂ എന്നുള്ള. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു ബിസിനസ്സിൽ. ഈ പ്ലാൻ പറയുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ നമുക്ക് ഡെയിലി ഇൻകം ഉണ്ട്, മന്ത്ലി ഇൻകം ഉണ്ട്, ഇയർലി ഇൻകം ഉണ്ട്. അതിന് പുറമെ എക്സ്ട്രാ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് നമുക്ക് തരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് നമുക്ക് തരുന്നുണ്ട്. ഞാനൊരു 10,000 രൂപ പെർഫോമൻസ് ബോണസ് ആഗ്രഹിച്ച് വന്ന ഒരാൾക്ക് എനിക്കൊരു 10-25 ലക്ഷം രൂപ ഈ ഒരു 3-4 കൊല്ലം കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചു. ഈ പറയുന്ന മെഡിക്കൽ ഇൻഷുറൻസ് കഴിഞ്ഞ് 2 കൊല്ലം എനിക്ക് ഉപയോഗിക്കാൻ പറ്റി. അത് ഉപയോഗിക്കാൻ പറ്റി ഞാൻ സന്തോഷത്തോടു കൂടിയല്ല പറയുന്നത്. എൻ്റെ മോന്റെ ഒരു സർജറി ഉണ്ടാകുന്ന സമയത്ത് പാർട്ട് ടൈം ആയിട്ട് ഞാൻ ഫിജിക്കാർട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരാളാ. 1.5 കൊല്ലം പാർട്ട് ടൈം ആയിരുന്നു. ആ ഒരു ടൈമിലായിരുന്നു മോന്റെ ഒരു സർജറി വേണ്ടി വന്നത്. ആ സമയത്ത് എൻ്റെ കണ്ണ് തെളിയിപ്പിച്ചതും എന്തുകൊണ്ട് ജോബ് റിസൈൻ ചെയ്ത് ഫിജിക്കാർട്ടിലേക്ക് ഫുൾ ടൈം ആയിട്ട് കണ്ടിന്യൂ ചെയ്തിരുന്ന ഒരൊറ്റ റീസണേ ഉള്ളൂ. ഞാൻ ആ ജോബിലും ഉണ്ടായിരുന്നു, ഫിജിക്കാർട്ടും പാർട്ട് ടൈം ആയി ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു പർട്ടിക്കുലർ സ്റ്റേജിലാണ് എൻ്റെ മോന് അപ്പൻഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം പിടിപെട്ട് അതിൻ്റെ ഒരു സർജറി വേണ്ടി വന്നു. ഒരു 7 ദിവസം എനിക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നു. ഈ 7 ദിവസം എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ചിന്തിക്കാനും ഒരു തീരുമാനം എടുക്കാനും പറ്റിയൊരു ടൈമായിരുന്നു. ഈ 7 ദിവസത്തില് ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് ESI ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന മെഡിക്കൽ ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഫിജിക്കാർട്ടിൽ നിന്ന് എനിക്ക് മെഡിക്കൽ ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ 7 ദിവസം എൻ്റെ LOP ആയിരുന്നു, അതായത് ലോസ് ഓഫ് പേ. ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥാപനത്തിൽ നിന്ന് ഞാൻ ഫിസിക്കലി അവിടെ പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് കട്ട് ചെയ്തു, സാലറി കട്ട് ചെയ്തു. പക്ഷെ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തിൽ 7 ദിവസം ഞാൻ എൻ്റെ മോന്റെ കൂടെ ഹോസ്പിറ്റലിലായിരുന്നു. പക്ഷെ എൻ്റെ ടീം എൻ്റെ ഒപ്പം ഉള്ളത് കൊണ്ട് തന്നെ അവരെടുക്കുന്ന സെയിൽസിന് കൂടി എനിക്ക് വരുമാനമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ 7 ദിവസവും എനിക്ക് ഇവിടെ കട്ട് ചെയ്തതിന്റെ 4 ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടി വരുമാനം എനിക്ക് 7 ദിവസം എൻ്റെ അക്കൗണ്ടിൽ കിട്ടി. ഡെയിലി ജോലിക്ക് കൊല്ലങ്ങളായിട്ട് പോയിട്ടിരുന്നവിടെ ഒരു 7 ദിവസം ഇല്ലാണ്ടായപ്പോൾ സാലറി കട്ടായിരുന്നെങ്കിൽ, ഇപ്പുറത്ത് വെറും 1.5 കൊല്ലം മാത്രം ചെയ്ത ബിസിനസ്സിൽ നിന്ന് ഞാൻ ഇല്ലെങ്കിൽ പോലും എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമാനം. ഞാൻ അവിടെ ഇല്ല, പക്ഷെ എൻ്റെ അക്കൗണ്ടിൽ വരുമാനം. എൻ്റെ ടീമിനെ കോർഡിനേറ്റ് ചെയ്യാൻ എനിക്കൊരു ഫോൺ കോൾ മാത്രം മതിയായിരുന്നു. പക്ഷെ അത് എനിക്ക് ഒരിക്കലും എവിടെ ചെയ്യാൻ കഴിയില്ല, ഒരു ജോലിയിലിരിക്കെ ചെയ്യാൻ കഴിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ച, നാളുകളിൽ എനിക്ക് ആരോഗ്യം ഇല്ലാണ്ടായാൽ ഇത് തന്നെയല്ലേ അവസ്ഥ?
എന്റെ വീട്ടിൽ ആർക്കെങ്കിലും ഇല്ലാണ്ടായാൽ നമ്മുടെ വരുമാനം നിന്നു. ഫിജിക്കാർഡ് അന്ന് സീരിയസ് ആക്കാൻ രണ്ടാമത്തെ കാരണം, 78,000 രൂപ അന്ന് ബില്ല് വന്ന സമയത്ത് 1 രൂപ പോലും എനിക്ക് കൊടുക്കേണ്ടി വന്നില്ല. കാരണം റീഇംബേഴ്സ്മെന്റ് അല്ല, അതായത് നമ്മൾ ആദ്യം അടച്ച പൈസ പിന്നീട് തിരിച്ചു തരുന്ന പരിപാടിയല്ല. ഒരു കാർഡ് ഉണ്ട്, ICICI ലംബാർഗിന്റെ, ആ കാർഡ് അവിടെ ഞാൻ കൊടുത്തു. ഞാൻ വളരെയധികം ടെൻഷനായിരുന്നു, എത്ര ബില്ല് വരും എന്ന് എനിക്കറിയില്ല. പക്ഷേ ലാസ്റ്റ് ഡിസ്ചാർജ് ചെയ്തിരുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിന്റെ ചാർജായ 800 രൂപ മാത്രം അടച്ച് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. 78,000 രൂപ കമ്പനിയാണ് അവിടെ പേ ചെയ്തത്. അന്നത്തോടെ തീരുമാനം എടുത്ത് റെസിഗ്നേഷൻ കൊടുത്തു, മെയില് റിസൈൻ ചെയ്തു, ഫുൾ ടൈം ആയിട്ട് ഫിജിക്കാർഡ് ചെയ്തു. മൂന്നാമത്തെ റീസൺ, എന്നെ വിശ്വസിച്ച് ഈ ബിസിനസ്സിൽ വന്ന ഒരുപാട് ഫാമിലി മെമ്പേഴ്സിന്റെ അവസാന പ്രതീക്ഷയായിരിക്കും ചിലപ്പോൾ ഫിജിക്കാർഡ്.com. ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഞാൻ വാങ്ങിയ വരുമാനം മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം. അതിന് വേറൊരു കാര്യമില്ല, എന്റെ കയ്യിൽ പൈസ വന്ന സമയത്ത് ഒരു മനുഷ്യന്റെ കുട്ടിനോട് ചോദിക്കാണ്ട് എന്റെ അച്ഛനും എന്റെ അമ്മയ്ക്കും എന്റെ സഹോദരങ്ങൾക്കും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയിരുന്നു. എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം, എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ്, എനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തെ യാത്ര, എന്റെ ഹസ്ബൻഡിന് എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ സാധനങ്ങൾ, ഇതെല്ലാത്തിന്റെയും മെയിൻ സോഴ്സ് എവിടെയായിരുന്നു ചോദിച്ചാൽ അത് ഫിജിക്കാർഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നായിരുന്നു. അപ്പൊ ഞാൻ അനുഭവിച്ച ആ സന്തോഷം മറ്റുള്ള ആളുകളിലേക്ക് കൂടി എനിക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം എന്ന് കൂടി ആയപ്പോൾ ഫിജിക്കാർഡ്.com ഫുൾ ടൈമറായി. ഇന്ന് എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങുന്ന വരുമാനം, ഞാൻ ഒരു 25 ലക്ഷം വാങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ടീമിൽ മൊത്തം അതേപോലുള്ള വരുമാനം പലരും പല സമയങ്ങളിലായിട്ട് ഇന്ന് പോലും ഞാനൊരു എമൗണ്ട് വാങ്ങിക്കുമ്പോൾ ഇന്നൊരു 1000 രൂപ എനിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അതേ 1000 രൂപ എൻ്റെ ടീമിലെ 3, 4, 5 ആളുകൾക്ക് ഇന്ന് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊരു ഗവൺമെന്റ് ജോലിയിലും സാധിക്കില്ല, ഒരു പ്രൈവറ്റ് ജോലിയിലും സാധിക്കില്ല, മറ്റൊരു ബിസിനസ്സിലും സാധിക്കില്ല. അത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു മേഖല ഏറ്റെടുക്കുന്നു. അടുത്തൊരു തലമുറയിൽ ദാരിദ്ര്യമില്ലാതിരിക്കാൻ ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഒരു ബിസിനസ് അവസരം സാധിക്കും എന്നുള്ളതാണ്. ഡയറക്ട് സെല്ലിംഗ് എന്ന മേഖലയിലേക്ക് സാധിക്കും. അപ്പൊ നമ്മൾ കാണുന്ന ചെറിയ കാഴ്ചകളിലല്ല ഈ ബിസിനസ് ഉള്ളത്, വലിയ 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 ഒരുപാട് കാഴ്ചകളുണ്ട്. ഒപ്പം ഫിനാൻഷ്യലി നമുക്ക് സെറ്റിൽ ആവാൻ പറ്റുന്ന ലക്ഷങ്ങളോ കോടികളോ 10,000-ങ്ങളോ ഒക്കെ കടങ്ങളുണ്ടോ, അല്ലെങ്കിൽ ആഗ്രഹങ്ങളുണ്ടോ, ഒരു വീട് വെക്കാൻ, കാറ് വാങ്ങാൻ ആഗ്രഹങ്ങളുണ്ടോ, ആഗ്രഹങ്ങൾ മാത്രം ചേർത്ത് പിടിച്ചിട്ട് കാര്യമില്ല, കിട്ടുന്ന അവസരം ഉപയോഗിക്കുക. അങ്ങനെ ഒരു അവസരത്തിന്റെ പേരാണ് ഫിജിക്കാർഡ്. ആ അവസരം ധൈര്യപൂർവ്വം നിങ്ങളെ ഈ ഒരു ലിങ്കിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ച ആളുടെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് വരിക. നിങ്ങൾക്ക് എന്തൊക്കെയാണോ കുറവുള്ളത് ആ കുറവുകളൊന്നും ഇവിടെ പ്രശ്നമല്ല. ആ കുറവുകളൊക്കെ പോസിറ്റീവ് ആക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് ഇവിടെ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാനുണ്ടാവും. ട്രെയിനിങ്ങുകൾ കമ്പനി ഇവിടെ തരുന്നുണ്ട്, അത് ഉപയോഗിക്കുക. അവസരങ്ങൾ തരാഞ്ഞിട്ടല്ല, ദൈവം പല പരീക്ഷണങ്ങൾ തരുമ്പോൾ നമുക്ക് ഒരു അവസരം തരും. അത് അവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തെ മെച്ചപ്പെടുത്താൻ, നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ എത്തിപ്പെടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദിസ് ഇസ് ജസീറ, സോണൽ സെയിൽസ് മാനേജർ ഓഫ് ഫിജിക്കാർഡ്.com. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. താങ്ക്